നിങ്ങളുടെ ഉള്ളിൽ ഒരു അറിവുണ്ടല്ലേ? മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള നിങ്ങളുടെ ആ വൈദഗ്ധ്യം, അതിനെ എങ്ങനെ പുതിയൊരു തലത്തിലേക്ക്, ഒരു പുതിയ ലോകത്തിലേക്ക് എത്തിക്കാമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെയെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഒരു അധ്യാപകനുണ്ട്. അറിവ് പകർന്നു കൊടുക്കുമ്പോഴും മറ്റൊരാൾ നമ്മൾ കാരണം വളരുന്നത് കാണുമ്പോഴും ഒരു പ്രത്യേക സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ. ആ ഒരിഷ്ടം, ആ ഒരു പാഷൻ, അത് നിങ്ങളുടെ ഉള്ളിലും തീവ്രമായി തന്നെയുണ്ട്. നോക്കൂ, അറിവ് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അത് വളരെ ഭദ്രമാണ്. പക്ഷേ ചോദ്യം ഇതാണ്: ആ അറിവിനെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ മാറ്റം കൊണ്ടുവരാനും അതോടൊപ്പം നിങ്ങൾക്ക് അതൊരു വരുമാന മാർഗമാക്കി മാറ്റാനും കഴിയുക? അതാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ഒരു നിമിഷം സത്യസന്ധമായി ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഈ അറിവ്, നിങ്ങളുടെ ഇത്രയും കാലത്തെ ഈ അനുഭവസമ്പത്ത്, അത് എത്തേണ്ട ആളുകളിലേക്ക് അതിന്റെ മുഴുവൻ ശക്തിയോടെയും എത്തുന്നുണ്ടോ? അതോ ക്ലാസ് മുറികളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെയോ 4 ചുമരുകൾക്കുള്ളിൽ എവിടെയെങ്കിലും അത് ഒതുങ്ങിപ്പോകുന്നുണ്ടോ? ചില സമയത്ത് നമ്മൾ പോലും അറിയാതെ ചില കെട്ടുപാടുകൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാവും. പുറമേക്ക് നോക്കിയാൽ ആർക്കും കാണാൻ കഴിയില്ല, പക്ഷേ ഉള്ളിന്റെ ഉള്ളില് അത് നമ്മുടെ വളർച്ച എങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ടാവും. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ കഴിവിനും അനുഭവപരിചയത്തിനും അർഹിക്കുന്നൊരു വിലയോ അംഗീകാരമോ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ? അല്ലെങ്കിൽ ഈ ഓൺലൈൻ ലോകത്തിന്റെ വലിയ തിരക്കിൽ നിങ്ങളുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല എന്നൊരു നിരാശ? പുതിയ ടെക്നോളജിയും മാർക്കറ്റിംഗും ഒക്കെ കാണുമ്പോൾ ഒരു പേടി? പിന്നെ ഏറ്റവും പ്രധാനമായി, നമ്മുടെ സമയം മുഴുവൻ പണത്തിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്നു, പക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നൊരു മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നൊരു വിഷമം. ഇതൊന്നും വെറും തോന്നലുകളല്ല, പലരുടെയും യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഈ വെല്ലുവിളികൾക്കപ്പുറം തികച്ചും പുതിയൊരു പാതയുണ്ട്. ഒരു സാധാരണ അധ്യാപകനിൽ നിന്ന് ഒരു എഡ്യൂപ്രനറിലേക്കുള്ള ഒരു മാറ്റം. അപ്പോ ആരാണ് ഈ എഡ്യൂപ്രനർ? കേട്ടിട്ട് വലിയ വാക്കൊന്നുമാണെന്ന് കരുതണ്ട. വളരെ ലളിതമാണ്. ഒരധ്യാപകന്റെ അതേ ഹൃദയവും പക്ഷേ ഒരു സംരംഭകന്റെ ചിന്തയുമുള്ളവരാൾ. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, തങ്ങളുടെ അറിവിനെ ഒരു യഥാർത്ഥ ശക്തിയാക്കി മാറ്റുന്നു. അതിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുകളിലേക്കും തങ്ങളുടെ അറിവ് എത്തിച്ചുകൊണ്ട് സമയത്തിന്റെയോ സ്ഥലത്തിന്റെയോ പരിമിതികളില്ലാതെ ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നു. ഈയൊരു മാറ്റത്തിലേക്കുള്ള യാത്ര അത്ര സങ്കീർണമൊന്നുമല്ല. അതിനൊരു വ്യക്തമായ വഴിയുണ്ട്. കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുന്ന ഒരു ഡിജിറ്റൽ റോഡ് മാപ്പ്. നോക്കൂ, വെറും 5 സ്റ്റെപ്പുകൾ. ആദ്യം, നിങ്ങൾ ആർക്കാണ് ക്ലാസ് എടുക്കേണ്ടത്, എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി കണ്ടെത്തുന്നു. പിന്നെ ആ കോഴ്സിന് നല്ല ഭംഗിയുള്ള ആകർഷകമായ ഒരു രൂപം കൊടുക്കുന്നു. അടുത്തതായി, അതിനെ റെക്കോർഡ് ചെയ്ത് ഒരു ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നു. പിന്നീട് ആർക്കും എളുപ്പത്തിൽ ചേരാനും ഫീഡ്ബാക്ക് തരാനും പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടാക്കുന്നു. അവസാനമായി, നിങ്ങളുടെ ഈ സംരംഭത്തെ മെല്ലെ മെല്ലെ പുതിയ ഉയരങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. എല്ലാം വളരെ ചിട്ടയായി, പടിപടി. അപ്പോ ഈ യാത്ര പൂർത്തിയാകുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു ഫലം? നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജോലിയിലും എങ്ങനെയുള്ള മാറ്റമായിരിക്കും വരാൻ പോകുന്നത്? ആ മാറ്റം, അത് ശരിക്കും വലുതായിരിക്കും. ടെക്നോളജിയെയും സെയിൽസിനെയും ഒക്കെ പേടിച്ചിരുന്ന സ്ഥാനത്ത് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സ്വന്തം ഓൺലൈൻ പ്ലാറ്റ്ഫോം നടത്തുന്ന ഒരാളായി മാറും. മണിക്കൂറുകൾ വിറ്റ് പണം നേടുന്നതിന് പകരം നിങ്ങളുടെ അറിവ് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി വരുമാനം നേടുന്ന ഒരു ആസ്തിയായി മാറും. എന്ത്, എങ്ങനെ, ആർക്ക് പഠിപ്പിക്കണമെന്നതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറി നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു വ്യക്തത വരും. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. രവിയെപ്പോലുള്ളവരുടെ അനുഭവം ഒന്ന് കേട്ടുനോക്കൂ. ഒരു കോർപ്പറേറ്റ് ട്രെയിനറായ അദ്ദേഹം വെറും 3 ആഴ്ച കൊണ്ടാണ് സ്വന്തമായി ഒരു കോഴ്സ് തുടങ്ങി ആദ്യത്തെ മാസം തന്നെ 50,000 രൂപ വരുമാനം നേടിയത്. അല്ലെങ്കിൽ പ്രിയയുടെ കാര്യം തന്നെ എടുക്കാം. ഒരു ലൈഫ് കോച്ചാണ്. ഒരുപാട് അറിവും അനുഭവപരിചയവുമുണ്ട്. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരു പിടിയുമില്ലായിരുന്നു. ഈ യാത്ര അവർക്ക് നൽകിയത് ആത്മവിശ്വാസവും പിന്നെ മുന്നോട്ടു പോകാനുള്ള ശരിയായൊരു ദിശാബോധവുമാണ്. ഇനി ഫാത്തിമയുടെ കഥ കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോകും. ഒരു സാധാരണ സ്കൂൾ ടീച്ചർ, ഓൺലൈനായിട്ടൊന്നും പണം സമ്പാദിക്കാൻ പറ്റില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ. ഇന്നവർ പഠിപ്പിക്കുന്നത് എവിടെയാണെന്നറിയാമോ? 3 രാജ്യങ്ങളിലുള്ള കുട്ടികളെയാണ്. ഇവരുടെയൊക്കെ കഥ കേട്ടില്ലേ? ഇപ്പോ നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ അറിവിനെ ഈ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കാൻ, നിങ്ങൾക്ക് ശേഷം എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പാരമ്പര്യം സൃഷ്ടിക്കാൻ. ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ എപ്പോഴും ഉറപ്പിക്കുക: നിങ്ങളുടെ വൈദഗ്ധ്യം, അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പുതിയ സംരംഭം. ഈ യാത്രയിൽ നിങ്ങളുടെ ആദ്യത്തെ ചുവടുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വെബ്സൈറ്റിലോ ബന്ധപ്പെടാവുന്നതാണ്. ഓർക്കുക, മനസ്സുകൾ ഒന്നിക്കുമ്പോൾ, അറിവ് പങ്കുവയ്ക്കപ്പെടുമ്പോൾ വളർച്ച നമ്മുടേത് മാത്രമാവില്ല, അത് പരസ്പരമുള്ളതാകും.